ക്ലാസ്സിൽ ആസിഡുകളെ പറ്റിയായിരുന്നു പഠിച്ചിരുന്നത്. ആസിഡുകളുടെ പൊതുവായിട്ടുള്ള കുറച്ച് പ്രത്യേകതകളും അതുപോലെ എന്താണ് അവയുടെ റിയാക്ഷനുകളും പിന്നീട് എന്തായിരുന്നു നമ്മൾ കെമിക്കൽസ് ഒക്കെ അല്ലെങ്കിൽ ആസിഡുകളും അല്ലെങ്കിൽ രാസവസ്തുക്കളും ഒക്കെ എന്താണ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ഈ ആസിഡ്സിൻ്റെ കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ആസിഡ് മറ്റു വസ്തുക്കളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ആ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. എന്താണ് മെറ്റൽസ് എന്ന് പറയുന്നത്? ലോഹങ്ങൾ എന്ന് പറയും. ആസിഡ്സ് ആൻഡ് മെറ്റൽസ്. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസിഡ് മെറ്റൽസ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്, പ്രോഡക്റ്റ് ഏതാണ്, ആ ഒരു അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഈ ഒരു റിയാക്ഷൻ്റെ ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് ആണ്, ഒരു പരീക്ഷണമാണ്. പേജ് നമ്പർ 14 എന്താണ് ഒരു ആസിഡ്സ് ആൻഡ് മെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ടേക്ക് എ ലിറ്റിൽ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് പുട്ട് എ പീസ് ഓഫ് സിങ്ക്. എന്താണ് ഒരു ടെസ്റ്റ് ട്യൂബ് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? നമ്മൾ എന്താണ് ഈ ലാബിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ റിയാക്ഷൻസ് ഒക്കെ നോക്കാം അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോങ് ഷേപ്പ്, അതായത് കുറച്ച് നീളത്തിലുള്ള ഒരു എന്താണ് അടിഭാഗം റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള അതുപോലെ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ്, അതാണ് ഇത് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൽ എന്താണ് ഒരു ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്? അതായത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രോങ് ആസിഡ്സും വീക്ക് ആസിഡ്സും പഠിച്ചത്. സ്ട്രോങ് ആസിഡ്സ് എന്ന് വെച്ചാൽ എന്താണ് അത് നമുക്ക് എന്താണ് വളരെ ഹാർംഫുൾ ആയിരിക്കും. അതിൻ്റെ ആ ഒരു എന്താണ് കോൺസെൻട്രേഷൻ, അതായത് ആ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ ഡയലൂട്ട് ചെയ്യുന്നത് നേർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തന്നെ ഡയലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വീക്ക് ആയിരിക്കും, അത് സ്ട്രോങ് ആയിരിക്കത്തില്ല. സ്ട്രോങ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഡയലൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ? സിങ്കുമായിട്ട്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്താണ് ഒരു നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു 1 or 2 ഡ്രോപ്സ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് എന്താണ് ഒരു പീസ് സിങ്ക് ഇടുന്നു. ഈ പീസ് ഓഫ് സിങ്ക് ഈസ് ആഡഡ് ഇൻ. ഇങ്ങനെ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഈ ആസിഡിനകത്തേക്ക് സിങ്ക് നമ്മൾ അതിനകത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു റിയാക്ഷൻ നടന്ന് കുറച്ച് ഗ്യാസസ്, അതായത് കുറച്ച് ബബിൾസ്, കുമിളകൾ പോലെയൊക്കെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് ദ തംബ് ഫോർ സം ടൈം. അതായത് ഈ ഇങ്ങനെ അപ്പോഴത്തേക്ക് ഇവിടെ എന്താണ് റിയാക്ഷൻ നടന്ന് അതിൽ നിന്ന് കുറച്ച് ഫ്യൂംസ് അല്ല നമ്മൾ എന്താണ് ബബിൾസ്, അവിടെ ഒരു റിയാക്ഷൻ നടന്ന് ആ ഒരു എയർ പോലെയൊക്കെ അതിൽ നിന്ന് വരാൻ തുടങ്ങും. ആ സമയത്ത് എന്താണ് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നമ്മുടെ തമ്പ് ഉപയോഗിച്ച് എന്താണ് ക്ലോസ് ചെയ്യുക, അടച്ചു പിടിക്കുക. നമുക്ക് ഈ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, അതിൽ കാണുന്നത് പോലെയാണ്. ദെൻ ഹോൾഡ് എ ലൈറ്റൻ മാച്ച് സ്റ്റിക്ക് അറ്റ് ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ഇവിടെ എന്താണ് എന്നിട്ട് ഇതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് നമ്മളൊരു കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്ന് കാണിക്കുക. അതായത് അവിടെ എന്താണ് അവിടെ ഒരു റിയാക്ഷൻ നടന്ന് എയർ ബബിൾസ് ഒക്കെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചത്, അല്ലെങ്കിൽ എന്താണ് ക്ലോസ് ചെയ്ത് നമ്മുടെ തമ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ട് എന്താണ് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് അതിനടുത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കണം. ദെൻ റിമൂവ് ദ തമ്പ്. എന്നിട്ട് നമ്മുടെ ആ കൈ റിമൂവ് ചെയ്യാം. അപ്പോൾ കൈ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷൻ എന്താ ഓപ്പൺ ആയി. ആ ഭാഗത്തേക്കാണ് നമ്മൾ എന്താണ് ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്ന് കാണിക്കുന്നത്. എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അവിടെ എന്താണ് ആ തീപ്പെട്ടിക്കൊള്ളി എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, അതായത് കത്തുന്നു. എന്താണ് ഒരു ചെറിയൊരു നോയ്സ് മീൻസ് എന്താണ് ഒരു സൗണ്ട്, ഒരു സൗണ്ടോട് കൂടി ഒരു പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടോട് കൂടി ഈ തീ എന്താണ് ആളി കത്താനായിട്ട് തുടങ്ങും. അതായത്
ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നോക്കാം, ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവിടെ എന്താണ് ആസിഡ് എന്തായിട്ടാണ് ഒരു മെറ്റലുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ ആ എക്സ്പെരിമെന്റ് നടന്നു, അവിടെ എന്താണ് ആ തീപ്പെട്ടി കത്തിച്ച് വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് വന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് ബേൺ ചെയ്യുന്നു. അതായത് ഒരു ചെറിയ സൗണ്ടോട് കൂടി നന്നായിട്ട് നമുക്ക് ആളി കത്താനായിട്ട് തുടങ്ങും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ എന്തോ, അതായത് ആ ഒരു റിയാക്ഷൻ നടന്ന് അവിടെ ആ എക്സ്പെരിമെന്റ് നടന്ന് രാസപ്രവർത്തനം നടന്ന് ഈ ആസിഡ് മെറ്റലുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്തോ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ ഉണ്ടായ പ്രോഡക്റ്റ് ആണല്ലോ എന്തിന് കാരണമായത്? ആ തീപ്പെട്ടി കമ്പ് ആളി കത്തുന്നതിനായിട്ട് കാരണമായത്. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായ വാതകം എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ആണ്. അതായത് എന്ത്, ഈ ആസിഡ് മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഈ ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഇൻഫ്ലെയിമബിൾ. അതായത് കത്താൻ സഹായിക്കുന്ന വാതകമാണെന്ത്? ഹൈഡ്രജൻ. അല്ലെങ്കിൽ കത്തുന്ന വാതകമാണെന്ത്? കത്തുന്ന വാതകമാണെന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ. അപ്പോൾ ഈ എന്താണ്, നമ്മളൊരു കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ലൈറ്റിൻ്റെ മാച്ച് സ്റ്റിക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിച്ചപ്പോഴത്തേക്ക് ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കൂടെ പ്രസൻസിൽ എന്താണ്, ഇത് നന്നായിട്ട് ഒരു നോയ്സ്, ഒരു സൗണ്ടോട് കൂടി എന്താണ് ആളി കത്താനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ നമുക്കിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആസിഡ്സ് മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അതായത് എന്താണ്, ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് പഠിക്കാനുള്ളത്. ആസിഡ് മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്, അവിടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഈ ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്? ഹൈഡ്രജൻ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദ ബോട്ടിൽ ആൻഡ് ഇറ്റ്സ് സ്റ്റോപ്പർ യൂസ്ഡ് ടു സ്റ്റോർ ആസിഡ് ഇൻ ദി ലബോറട്ടറി? വൈ ആർ മെറ്റൽ സ്റ്റോപ്പേഴ്സ് നോട്ട് യൂസ്ഡ്? അതായത് നമ്മൾ ലബോറട്ടറികളിലൊക്കെ ലാബിലൊക്കെ എന്താണ് ആസിഡ് സൂക്ഷിക്കുന്ന ആ ബോട്ടിലിൻ്റെ അടപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും? നിങ്ങൾക്കറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ലാബിലൊക്കെ എന്താണ് ആസിഡ് സൂക്ഷിച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ അടപ്പ്, അതായത് നമ്മുടെ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ്, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ഇത് ഇപ്പോൾ ചുമയുടെ മരുന്നൊക്കെ വാങ്ങിക്കുന്നു, അതിനുള്ള അടപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ലോഹം കൊണ്ടുള്ള അടപ്പായിരിക്കും, ഒരു മെറ്റലിൻ്റെ അടപ്പായിരിക്കും. പക്ഷേ ഈ ആസിഡിൻ്റെ ബോട്ടിൽസ് ഒക്കെ അടച്ചിരിക്കുന്നത് ഈ എന്താണ് മെറ്റൽ കോർക്ക് അല്ലെങ്കിൽ മെറ്റൽ സ്റ്റോപ്പർ കൊണ്ടായിരിക്കത്തില്ല. അവിടെ എന്തായിരിക്കും? ഒരു വുഡൻ സ്റ്റോപ്പറോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കോർക്കെന്നൊക്കെ പറയുന്ന ആ ഒരു മരത്തിൻ്റെ കഷ്ണമൊക്കെ കൊണ്ടായിരിക്കും അത് അടച്ചു വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താണ്, ആസിഡ് മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതായത് ആസിഡ് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ. അപ്പോൾ ഈ ആസിഡ് ബോട്ടിലൊക്കെ നമ്മൾ ലോഹത്തിന്റെ അല്ലെങ്കിൽ മെറ്റലിന്റെ സ്റ്റോപ്പർ കൊണ്ട് അത് അടച്ചു വെക്കുകയാണെങ്കിൽ, അത് യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ അതുമായിട്ട് ഒരു മെറ്റലുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്ത് ചെയ്യും? അത് ബേൺ ചെയ്യുന്നു. ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ എന്താണ്, വലിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ആസിഡിന്റെ ബോട്ടിലൊക്കെ എന്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്? മെറ്റൽ ലിഡുകൾ, അടപ്പുകൾ യൂസ് ചെയ്യാത്തത്. Then second question, the pickle was commonly used in acidic in nature. Are they stored in metal containers? അതായത് നമ്മുടെ പിക്കിൾസ്, അച്ചാറുകളൊക്കെ ഇടുന്നത്, ഇപ്പം നാരങ്ങയായാലും മാങ്ങയായാലും അങ്ങനെയുള്ള അല്ലെങ്കിൽ പുളിപ്പുള്ള വസ്തുക്കൾ. ഇപ്പം നമ്മൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ്? സോർ, അതായത് പുളി രസമാണെന്ന് പഠിച്ചു. അപ്പോൾ ഇവ എന്താണ്? ഈ അച്ചാറുകൾ, പിക്കിൾസ് എന്താണ്? നമ്മുടെ മെറ്റൽ കണ്ടെയ്നേഴ്സ്, അതായത് ലോഹപാത്രങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്നില്ല. എന്താ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്? ഇതും നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്ത്, ഇവിടെ ഈ ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു? ഈ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ കേസിൽ നോക്കുക, ഇവിടെ നമുക്ക് എന്താണ് ഈ ഫുഡ് സബ്സ്റ്റൻസ്, അതായത് ഈ നമ്മൾ അച്ചാറിനകത്ത് എന്താ പുളിപ്പ് കാണും, ടാമറിൻ്റെ കാണും, അതുപോലെ ബട്ടർ മിൽക്ക്, വിനെഗർ, ലെമൺ ജ്യൂസ്, ഇവയൊക്കെ എന്താണ്, ഈ ഇങ്ങനെ പുളിപ്പുള്ള സാധനങ്ങളും അച്ചാറും ഒക്കെ എന്താണ്
അല്ലെങ്കിൽ നമ്മുടെ അച്ചാറുകൾ നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ഈ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താണ്, ചിലപ്പോൾ നമ്മുടെ ഈ ബാക്കിയുള്ള വസ്തുക്കളുമായിട്ടൊക്കെ രാസപ്രവർത്തനം നടന്ന് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ അവിടെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഹെൽത്തിനെ ഇൻവേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അതിന് കാരണമാകുന്നു, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ ഫിഷസ് ഒക്കെ എന്താണ് നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ പാക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവയിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാത്തത്. ദെൻ നമ്മളിവിടെ എന്താണ് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാകുന്നു എന്ന് പറഞ്ഞു, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത നോക്കാം, അതായത് ഒരു എഗ്ഷെല്ല് കേട്ടിട്ടുണ്ടോ? എന്താണ് മുട്ടത്തോടെന്ന് പറയും. എഗ്ഷെല്ല് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അതും നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെന്റ് ആണ്, 41 പേജ് നമ്പർ 41. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞു, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, ഇതെല്ലാം എന്താണ് സ്ട്രോങ് ആസിഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് വീക്ക് ആസിഡ്സ് ആയിട്ട് മാറും. സ്ട്രോങ് ആസിഡ്സിനെ വീക്ക് ആസിഡ്സ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നാം എന്ത് ചെയ്യുന്നതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സൾഫ്യൂരിക് ആസിഡ്സ് എടുക്കുന്നു. ദെൻ ഇവിടെ എന്താണ് സൾഫ്യൂരിക് ആസിഡ്, ഒരു ടെസ്റ്റ് ട്യൂബിൽ സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് എഗ്ഷെല്ല് ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോസസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ്, ബ്രിങ് എ ലൈറ്റ് ആൻഡ് മാച്ച് സ്റ്റിക്ക് എബോവ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്തെടുക്കുന്നു, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് എഗ്ഷെല്ല് ആഡ് ചെയ്യുന്നു, മുട്ടത്തോട് ഇടുന്നു. അവിടെ അപ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് എന്താണ്, ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക്, അതായത് ടെസ്റ്റ് ട്യൂബിന്റെ ആ മുകൾ ഭാഗത്തേക്ക് നമ്മളൊരു കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് കാണാൻ പറ്റും ആ തീപ്പെട്ടിക്കൊള്ളി അതിന്റെ എന്താണ് ആ ഒരു ഫ്ലെയിം അണഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു തീ എന്താണ് അവിടെ കെട്ടുപോകുന്നു, അതായത് അണഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഇവിടെ എന്താണ് ഇവിടെ നമ്മളിവിടെ സൾഫ്യൂരിക് ആസിഡ് ആയാലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയാലും ഏതായാലും നമ്മൾ എന്താ കോമൺ ആയിട്ട് അതിന് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസിഡ് എഗ്ഷെല്ലുമായിട്ട് പ്രവർത്തിച്ചപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്തു. അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത്, തീയെ കെടുത്തുന്ന പ്രോഡക്റ്റ് ആണ്, അതായത് ഫ്ലെയിം അണയ്ക്കുന്നതാണ്, തീ അണയ്ക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അവിടെ ഉണ്ടായത്. അപ്പൊ അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് ഏതായിരിക്കും, ഈ ആസിഡ് എഗ്ഷെല്ലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ എന്താണ് ആസിഡ് എഗ്ഷെല്ലുമായിട്ട്. ഇനി നമുക്ക് ഈ എഗ്ഷെല്ല് എന്താന്ന് നോക്കാം. എഗ്ഷെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടത്തോടാണെന്ന് പറഞ്ഞു. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ഇവിടെ എന്താണ് ഈ എഗ്ഷെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് എഗ്ഷെല്ല്, അതുപോലെ ചോക്ക്, മാർബിൾ, ഇതൊക്കെ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ്. എന്താണ് എഗ്ഷെല്ല്, അതുപോലെ മാർബിൾ, ഇതൊക്കെ എന്താണ് ചുണ്ണാമ്പുകരി, ഇതൊക്കെ എന്താണ് കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഈ ആസിഡ് എഗ്ഷെല്ലുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, ആസിഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞു ആസിഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇവിടെ നോക്കാം എഗ്ഷെല്ലുമായിട്ട് ഇവിടെ ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു, കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ ആസിഡ് കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് തന്നെ ആവണമെന്നില്ല, അത് ചിലപ്പോൾ സോഡിയം കാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റ് ആവാം. ഏതായാലും അവിടെ ആസിഡ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെന്താണ്, ഇത് തീയെ കെടുത്തുന്നവയാണ്, അല്ലെങ്കിൽ തീ അണയ്ക്കുന്ന വാതകങ്ങളാണിത്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ആസിഡ്സ് മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അതുപോലെ ആസിഡ്സ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് തീയെ കെടുത്തുന്നവയാണ്. ഇനി നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്താണെന്ന് നോക്കാം. അഗ്നിശമനി. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ അഗ്നിശമനി എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് വെച്ചാൽ? അഗ്നിശമനി, അതായത് നമ്മളെന്താണ് എവിടെയെങ്കിലുമൊക്കെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ തീ അണയ്ക്കുക. നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് വെച്ചാൽ അഗ്നിശമനി തന്നെയാണ്, അതായത് തീയെ അണയ്ക്കുന്നത്. അപ്പോൾ ഇതെന്താണ് കൂടുതൽ നമ്മുടെ ഫയർഫോഴ്സിലൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു അഗ്നിശമനി അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എങ്ങനെ നിർമ്മിക്കുന്നു നോക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ പ്രവർത്തന തത്വത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് തന്നെ നിർമ്മിക്കാം. ആ ഒരു മെത്തേഡാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. പേജ് നമ്പർ 42 എന്താണ്? വി ക്യാൻ ആൾസോ മേക്ക് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. നമുക്കും എന്താണ് ഒരു അഗ്നിശമനി നിർമ്മിക്കാം. എങ്ങനെ നോക്കാം. അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? വിനീഗർ, ബേക്കിംഗ് സോഡ, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് ക്യാൻഡിൽ. അതായത് വിനീഗർ മീൻസ് എന്താണെന്ന് അറിയാലോ? വിനാഗിരി. ദെൻ ബേക്കിംഗ് സോഡ അപ്പക്കാരം. ദെൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് കുപ്പി. ദെൻ പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് ക്യാൻഡിൽ മീൻസ് എന്താണ്? മെഴുകുതിരി. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന രീതിയാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ അഗ്നിശമനിയുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം. ഫിക്സ് എ ട്യൂബ് എയർ ടൈറ്റ് ഇൻ ദ ക്യാപ്പ് ഓഫ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ. അതായത് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നു. ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പിലൂടെ അതിൻ്റെ എന്താണ് ആ ഒരു ലിഡിലൂടെ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്താണ് ആ ഒരു ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യുക. പ്ലാസ്റ്റിക് ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യുക. അതായത് അവിടെ എന്താണ് എയർ ടൈറ്റ് ആയിരിക്കണം. അതായത് എയർ ഒന്നും അകത്ത് കിടക്കാനായിട്ട് പാടില്ല, എയർ ടൈറ്റ് ആയിരിക്കണം. ദെൻ ഫിൽ വിനെഗർ അപ് ടു ഹാഫ് ഓഫ് ദ ബോട്ടിൽ. ആ ബോട്ടിലിൻ്റെ പകുതി വരെ എന്ത് ഫില്ല് ചെയ്യുക? വിനീഗർ ഫില്ല് ചെയ്യുക. ദെൻ pack some baking soda in a paper and suspend it from the tube at the opening of the bottle. ഇവിടെ എന്താണ് നമ്മൾ അപ്പക്കാരൻ പറഞ്ഞതാണ് ബേക്കിംഗ് സോഡ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഈ വിനെഗറിൽ വീഴാത്ത രീതിയിൽ, ഇവിടെ നമ്മൾ പകുതിയോളം വിനെഗർ എടുത്തു, ആ വിനെഗറിൽ വീഴാത്ത രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് എന്താണ് ആ ട്യൂബിൽ കെട്ടിവെക്കുക. നമുക്ക് ഈ അറേഞ്ച്മെന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ പിക്ചറിൽ കാണപ്പെടുന്ന അതേ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ആദ്യം നമ്മൾ എന്താണ് ഒരു പ്ലാസ്റ്റിക് ബോർഡ് എടുത്ത് അതിൻ്റെ ആ ഒരു അടപ്പിൽ കൂടെ എന്താണ് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ ആ ഒരു ട്യൂബിനെ കടത്തി ഇൻസേർട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താണ് ആ ബോട്ടിലിൻ്റെ ഒരു ഹാഫോളം പകുതിയോളം എന്താണ് വിനീഗർ ഫില്ല് ചെയ്തു. ദെൻ എന്തായിരുന്നു ആ ഒരു ബേക്കിംഗ് സോഡ വിനീഗറിൽ വീഴാത്ത രീതിയിൽ എന്താണ് ആ ഒരു ട്യൂബിൽ അതിനെ കെട്ടിവെച്ചു. ദെൻ okay, suspended from the tube at the opening of the tube above the level of vinegar. ആ വിനീഗറിന്റെ മുകൾ ലെവൽ വരെയാണ് നമ്മൾ ഇതിനെ സസ്പെൻഡ് ആ ഒരു എന്താണ് അതിന് വീഴാത്ത രീതിയിൽ മുകളിൽ വരെയാണ് നമ്മൾ ആ ബേക്കിംഗ് സോഡയെ നമ്മൾ അവിടെ നൂലിൽ സസ്പെൻഡ് ചെയ്ത് വെച്ച് നിർത്തിയിരിക്കുകയാണ്. ദെൻ ടേക്ക് കെയർ ദ പാക്കറ്റ് ഓഫ് ബേക്കിംഗ് സോഡ ഡസ് നോട്ട് ഫാൾ ഇൻ ടു ദ വിനെഗർ. അവിടെ എന്താണ് ആ വിനെഗറിൽ ഇത് ആ ബേക്കിംഗ് സോഡ വീഴാനായിട്ട് പാടില്ല. ദെൻ ക്ലോസ് ദ ബോട്ടിൽ പ്രോപ്പർലി. എന്നിട്ട് എന്താണ് ആ ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഷേക്ക് ദ ബോട്ടിൽ തറോലി ആൻഡ് അലോ ബേക്കിംഗ് സോഡ ടു ഫാൾ ഇൻ ടു വിനീഗർ. എന്നിട്ട് എന്താണ് ഈ ഒരു ആ ബോട്ടിൽ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ആ ഷേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ബോട്ടിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിനീഗർ ബേക്കിംഗ് സോഡ എന്താണ് ഈ വിനീഗറിലേക്ക് വീഴണം. ആ രീതിയിൽ നമ്മൾ അതിനെ ഷേക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത രീതിയിൽ ആദ്യം നമ്മൾ എന്താണ് ഇവിടെ ആ ഒരു ട്യൂബ് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടുപ്പിലൂടെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ വെച്ചു. പിന്നീട് എന്താണ് ഒരു ഹാഫ് ഓഫ് ദി ആ ബോട്ടിലിൻ്റെ ഹാഫ് പോർഷൻ എന്താണ് വിനീഗർ എടുത്തു. എന്നിട്ട് എന്താണ് ആ ട്യൂബിലേക്ക് നമ്മളൊരു ആ ബേക്കിംഗ് സോഡ അതിൽ വിനീഗറിൽ വീഴാത്ത രീതിയിൽ അതിന് മുകളിലായിട്ട് ആ ട്യൂബിൽ നിന്ന് അതിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി അതായത് കെട്ടിവെച്ചു. ദെൻ എന്താണ് ആ നന്നായിട്ട് ലിഡ് നമ്മൾ അടച്ചു വെച്ചു. ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താണ് ഷേക്ക് ദ ബോട്ടിൽ തറോലി ആൻഡ് അലോ ബേക്കിംഗ് സോഡ ടു ഫാൾ ഇൻ ടു ദി വിനീഗർ. എന്നിട്ട് എന്താണ് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നത്. ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഈ ആ ബേക്കിംഗ് പൗഡർ നമ്മളവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ബേക്കിംഗ് പൗഡർ എങ്ങോട്ട് വീഴണം? ഈ വിനീഗറിലേക്ക് വീഴത്തക്ക രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു
ഷേക്ക് ചെയ്യുന്നു നന്നായിട്ട്. ഇനിയിപ്പോ അപ്പോൾ നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇതിനകത്ത് വീഴുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ എന്തോ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബേക്കിംഗ് സോഡ എങ്ങോട്ടേക്ക് വീണു? ഈ വിനീഗറിലേക്ക് വീണു. ആ വിനീഗറിലേക്ക് വീണപ്പോഴത്തേക്ക് അവിടെ എന്താണ്, എന്തോ ഒരു റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നിട്ട് അവിടെ എന്തോ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ എന്താണ് ഈ ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ആദ്യം ഒരു ട്യൂബ് അവിടെ ഇൻസേർട്ട് ചെയ്തിരുന്നല്ലോ, ആ ട്യൂബിന്റെ മൗത്ത് പോർഷനിലേക്ക് എന്താണ് നമ്മൾ ഒരു ലൈറ്റിന്റെ മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു നമ്മളവിടെ ആൾറെഡി ഒരു ക്യാൻഡിൽ എടുത്തിരുന്നു, മെഴുകുതിരിടുന്നു. ആ ഒരു മെഴുകുതിരി നമ്മൾ അവിടോട്ട് കൊണ്ടുവന്ന് കാണിക്കാം, കത്തിച്ച് വെച്ച്. എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്, അവിടെ ഇവിടെ എന്താണ്, ആ വിനീഗറുമായിട്ട് എന്താണ് അവിടെ ബേക്കിംഗ് സോഡ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ വന്ന ഗ്യാസ് എന്താണ്, നമ്മുടെ തീയെ അവിടെ കെടുത്തി. അപ്പോൾ എന്താണ്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസിന് തീയെ അണയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഏത് ഗ്യാസ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഹൈഡ്രജൻ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആണല്ലോ, ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലോ. നമ്മൾ ഹൈഡ്രജൻ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലമബിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്, ഫയറിനെ നമ്മൾ എന്താണ് അത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്, അതായത് ആ തീയെ കെടുത്തുന്നത്. അപ്പൊ അവിടെ ഉണ്ടായ വാതകം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ എടുത്തിരിക്കുന്ന ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ഒന്ന് നമ്മൾ എടുത്ത് എന്തായിരുന്നു, വിനീഗർ ആയിരുന്നു. വിനീഗർ എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്, ഒരു ആസിഡ് ആണ്. ആണല്ലോ, വിനീഗർ എന്ന് പറയുന്ന ആസിഡ് ആണല്ലോ. ദെൻ എന്തായിരുന്നു ഇവിടെ എടുത്തത്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിൽ ഉണ്ടായിരുന്നത് എന്താണ്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇത് ആസിഡ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചു, അപ്പോഴത്തേക്കും എന്തായിരുന്നു അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത്. ഇവിടെ നമുക്ക് കാൽസ്യത്തിന് പകരം എന്താണ്, ഇവിടെ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഏതിന്റെ ആയാലും അവിടെ എന്താണ്, കാർബണേറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആസിഡ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, കപ്പാസിറ്റി ടു എക്സ്റ്റിങ്ക്വിഷ് എന്താണ്, ദ ഫയർ. അതായത് ഫയറിനെ കെടുത്താനുള്ള അല്ലെങ്കിൽ അണയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്തിനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്നത്. അതായത് അവിടെ എന്താണ്, ആസിഡ് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു, കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ എന്താണ്, ആസിഡുകൾ എന്താണെന്ന് പഠിച്ചു. ആസിഡ്സുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ആസിഡ്സിന്റെ കുറച്ച് റിയാക്ഷൻസ് പഠിച്ചു. ഇനി നമുക്ക് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് നോക്കാം. ആസിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പഠിച്ചു എന്താണ്, ആസിഡിന് ലിറ്റ്മസ് പേപ്പറിൽ ആസിഡിന്റെ കളർ എന്തായിരിക്കും, റെഡ്. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താണ്, ആസിഡ് റെഡ് ആക്കി മാറ്റുന്നു. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ റെഡ് ആക്കി മാറ്റുന്നതാണ് എന്ത്, ആസിഡുകൾ എന്ന് പറയുന്നത്. ദെൻ ആസിഡിന്റെ ടേസ്റ്റ് എന്താണ്, സോർ ടേസ്റ്റ്, അതായത് പുളി രസമാണ് ആസിഡിനുള്ളത്. ദെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് മെറ്റൽ. ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ദെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയാണ് ആസിഡ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ലിറ്റ്മസ് പേപ്പറിൽ എന്താണ്, ആസിഡ് അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് കളറാക്കി മാറ്റുന്നു. ദെൻ ആസിഡിന്റെ ടേസ്റ്റ് എന്താണ്, സോർ ടേസ്റ്റ്, പുളി രസമാണ്. അതുപോലെ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ദെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ച് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയാണ് ആസിഡ്സിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റുകളും നന്നായിട്ട് വായിച്ചു നോക്കുക. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബാക്കി ഇനി അടുത്ത ആൽക്കലിയാണ്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. താങ്ക് യു.